എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ സൂവിലാണ്. അപ്പോൾ തൃശ്ശൂർ സൂവിൻ്റെ വിശേഷങ്ങളാണ്. 2024 നമ്മൾ തൃശ്ശൂർ സൂവിൽ വരുന്നത് വർത്താണോ എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പുതിയ സൂ പുത്തൂർ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം 1 വർഷം കൂടി എടുക്കും എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം നമ്മളിപ്പോൾ ഉള്ള തൃശ്ശൂർ സൂ, ചെമ്പൂക്കാവുള്ള തൃശ്ശൂർ സൂ വാച്ച് ചെയ്യുന്നത് വർത്താണോ എന്നുള്ളതാണ് നമ്മുടെ റിവ്യൂ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തൃശ്ശൂർ സൂവിന്റെ ഒരു ചെറിയ പോർഷനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മിക്ക കൂടുകളും കാലിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 കൂട് കാണിച്ചു തരാം. ഇവിടെയുള്ള ഈ കൂടും നമ്മളിവിടെ വന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതും പൂർണ്ണമായിട്ട് കാലിയാണ്. അതോടൊപ്പം അവിടെയുള്ള ആ കൂടും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അതും കാലിയാണ്. അപ്പൊ തൃശ്ശൂർ സൂവിലെ മിക്ക മൃഗങ്ങളെ അവർ പുതിയ സൂവിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുതിയ സൂ വരാൻ വേണ്ടിയിട്ട് ഇനിയും 1 വർഷം എടുക്കും. ഇവിടുത്തെ അനിമൽസ് ഒക്കെ അവിടെ പോയിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഇന്ന് തൃശ്ശൂർ സൂവിൽ ഒരുവിധം കേജസ് ഒക്കെ കാലിയാണ്. പക്ഷെ എന്നാലും ചില സ്പെഷ്യൽ സ്പീഷീസ്, ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് കാണാം. പമ്പിത്തി ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ സൂവിന്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള സാമ്പാ ഡിയറിന്റെ കേജിന്റെ അടുത്താണ് വന്നേക്കുന്നത്. ഇതാണ് സാമ്പാ ഡിയേഴ്സ്. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ബോർഡും ഡീറ്റെയിൽസും ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൂവില് ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ സാമ്പാ ഡിയേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത്രയും നേരം നമ്മൾ വന്നേന്ന് കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഈ സാമ്പാ ഡിയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാണാം.
അപ്പോൾ കുട്ടികളുടെ ഫൺ ഏരിയ ആയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട് നമ്മുടെ സൂല്. അപ്പോൾ സൂ കണ്ട് വന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും ചെറിയ കുട്ടികളായിട്ട് വരാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ പാർക്ക്. എല്ലാവിധ കളിക്കുന്ന എക്യുപ്മെന്റ്സും നമ്മുടെ ഈ പാർക്കിലുണ്ട്. അപ്പോൾ ഇത് റിയലി ഒരു എൻജോയബിൾ സ്പോട്ടാണ്. ഈ സൂലൊരു എൻജോയബിൾ സ്പോട്ടാണ് ഈ കുഞ്ഞ് ചൈൽഡ് പാർക്ക്. ഈ രണ്ട് കൂട്ടിലെയും പുള്ളിമാനുകളാണ് ഈ രണ്ട് കൂട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് കൂട്ടിലെയും പുള്ളിമാനെ അവർ പുത്തൂർ സൂലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേജസും നമുക്ക് എംറ്റിയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കാം. കാരണം അടുത്ത വർഷം പുതിയ സൂ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഏറ്റവും മനോഹരമായ പുള്ളിമാനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇതാണ് കേജിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ സൂവിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനായിട്ടുള്ള മിഥുൻ്റെ അടുത്താണുള്ളത്. പണ്ട് മിഥുന ഒറ്റയ്ക്ക് ഒരു കൂടുണ്ടായിരുന്നു ഞാനിതിന് മുന്നേ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ മിഥുന മാനുകളുടെ കൂടെയാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെയാണ് മിഥുൻ്റെ ഡീറ്റെയിൽസ്. തൃശ്ശൂർ സൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് മിഥുൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദ സ്റ്റാർ ഓഫ് ദ ഷോ ടുട്ടുവിൻ്റെ മുമ്പിലാണ്. ടുട്ടു ആണ് ഈ സൂര്യ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മിഥുനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ടുട്ടു. അപ്പോൾ ടുട്ടുവിന് സിംഗിൾ കേജിലാണ് ഇട്ടേക്കണം. ടുട്ടുവിന് നമുക്ക് ഒന്നുകൂടി സൂങ്ങിയിട്ട് കാണാം.
കണ്ട് തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സൂവിൽ ഒട്ടുമിക്ക കേജസ് എല്ലാം എം ടി ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടുത്തെ മിഥുൻ എന്ന് പറയുന്ന അനിമൽ, അതുപോലെ ഹിപ്പോപ്പൊട്ടാമസ്, സാമ്പാഡിയസ്, അങ്ങനെ കുറച്ച് അനിമൽസ് ആണുള്ളത്. മോസ്റ്റ്ലി കേജസ് കാലിയാണ്. അപ്പോൾ നമ്മൾ 2024 സൂ നിങ്ങൾക്കൊരു മസ്റ്റ് വിസിറ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ല എന്നാണ്. പക്ഷെ 20 റുപ്പീസിന് ഇതൊരു വെർത്ത് ആയിട്ടുള്ള പ്ലേസ് ആണ്. നല്ല ആംബിയൻസും അതുപോലെ തന്നെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലവണ്ണം മരങ്ങളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ വളരെ എൻജോയബിൾ ആയിട്ടൊരു പ്ലേസ് ആണ്. പക്ഷെ സൂ എന്നുള്ള നിലയിൽ 2024 ഇറ്റ്സ് നോട്ട് വർത്ത് വാച്ചിങ്.